ഹായ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. മഴയും വെയിലും കണ്ണുപൊത്തി കളിക്കുന്ന കാലം, അതാണ് കേരളത്തിൻ്റെ മഴക്കാലം. 3-4 ദിവസം മഴ തുടർന്നാലും ഒരു ഇടവേളയായിട്ട് വെയിൽ കടന്നു വരും. ഈ വെയിൽ ദിനങ്ങളും തണുപ്പരിച്ച് കയറുന്ന മഴ ദിനങ്ങളും ചേർന്നാണ് കേരളത്തിൻ്റെ കാലവർഷം. കേരളത്തിൽ പ്രധാനമായി 2 മഴക്കാലങ്ങളാണുള്ളത്. ജൂണിൽ ആരംഭിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം. ഇതിന് ഇടവപ്പാതി എന്നും പേരുണ്ട്. മലയാള കലണ്ടറിലെ ഇടവമാസം പാതിയോടുകൂടിയാണ് മഴ ശക്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ പേര്. ഇന്നൊരു ഒഴിവ് ദിവസം ആയതുകൊണ്ട് തന്നെ പറമ്പിൽ മൊത്തം മൊന്ത പിടിച്ച് കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറാക്കി നല്ല ഒന്ന് ചുറ്റി സെറ്റാക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊത്തുകളയും കാണിക്കുന്ന പ്രദർശനമൊക്കെ കേട്ടോ. അല്ലാണ്ട് സ്ഥിരം ചെയ്യണ പരിപാടിയൊന്നുമില്ല. പക്ഷെ കൃഷിയോട് നല്ലൊരു താല്പര്യമുണ്ട്. പക്ഷെ അതിനുള്ള സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ കാണുന്ന ഒരു തെങ്ങ് തൈ 2 വർഷം മുന്നേ വാങ്ങിയിട്ടുള്ള ഗംഗമ്പോണ്ടാണ്. 3.5 വർഷം കൊണ്ട് കായ്ക്കുന്നു പറഞ്ഞത്. ഇതുവരെയൊക്കെ അതിന് വലിയ കാര്യങ്ങളായിട്ടൊന്നും നല്ലപോലെ വളം കാര്യങ്ങളിട്ട കായ്ക്കുന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി കുറച്ച് കൊത്തിക്കളയും കുറച്ച് ചപ്പലകളൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുള്ള പരിപാടിക്കാണ് ഇന്ന് ഇറങ്ങിയത്. പിന്നെ ഈ കാണുന്ന അരുന്നെല്ലിയുടെ തെയ്യും ഇതും മാറ്റി നടണമെന്ന് വെച്ചിട്ടാണ്. 2 വർഷമായി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. ഇനി അതൊന്നും മാറ്റി നട്ടില്ലെങ്കിൽ അത് മരടിച്ച് പോയാലെന്ന് വെച്ചിട്ട് അതും മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കൃഷി രീതികൾ ഭയങ്കര വ്യത്യാസമാണ്. കൃഷി രീതി എന്ന് പറയാൻ പറ്റില്ല, കുറേ തെറ്റുകളും ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് വീഡിയോൻ്റെ താഴെ എന്തെങ്കിലും അറിയണവർ വല്ല കമൻറ്റോ കാര്യങ്ങളൊക്കെ ഇട്ട് തരികയാണെങ്കിൽ ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ കുറച്ച് കവുങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും കേടുവന്ന് പോയിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം ക്ലിയറായി പിടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലപോലെ വളരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ കൃഷിയുടെ നല്ലപോലെ അറിയണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ വല്ല തെറ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കമൻറ്റോ കാര്യങ്ങളൊക്കെ ഇട്ടുന്നത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്തി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു വളരെ നന്ദി.